അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദർസുൽ മിഷ്കാത്ത് ഭാഗം 3, കിതാബുൽ ഫളാഇലി വസ്സമാഇൽ എന്ന കിതാബ്, ബാബു ഫളാഇലി സയ്യിദുൽ മുർസലീൻ എന്ന അധ്യായം 14-ാമത്തെ ഹദീസ് മുതലാണ് ആരംഭിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وعن عطاء بن يسار قال: لقيت عبد الله بن عمرو بن العاص قلت: أخبرني عن صفة رسول الله صلى الله عليه وسلم في التوراة. അതാഉ ബിൻ യസാർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അവർ താബിഈങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായി. ഖാല, അവർ പറയുന്നു: ലഖീതു അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ്, അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കണ്ടുമുട്ടി. ഖുൽതു, ഞാൻ പറഞ്ഞു: അഖ്ബിർനി അൻ സിഫത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി തൗറാത്ത്. തൗറാത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് എന്താണ് പറഞ്ഞിട്ടുള്ളത്, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുണങ്ങൾ, സിഫത്ത് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു: അജൽ, അതെ, ഞാൻ പറഞ്ഞു തരാം. വല്ലാഹി ഇന്നഹു ലമൗസൂഫുൻ ഫി തൗറാത്തി ബിബഅദി സിഫതിഹി ഫിൽ ഖുർആൻ. തൗറാത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ചില സിഫത്തുകൾ തൗറാത്തിലും പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലുള്ള ചില സിഫത്തുകൾ തൗറാത്തിലുണ്ട്. എന്നിട്ട് അദ്ദേഹം ഓതുകയാണ്: യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ. ഇത് ഖുർആനിലുണ്ട്, ഇത് തൗറാത്തിലും ഉണ്ട്. യാ അയ്യുഹൻ നബിയ്യു, നബിയേ, ഇന്നാ അർസൽനാക, തീർച്ചയായും നിങ്ങളെ നമ്മൾ അയച്ചിരിക്കുന്നു, ഷാഹിദൻ, സാക്ഷിയായിട്ട് അയച്ചിരിക്കുന്നു, സാക്ഷിയായി അയച്ചിരിക്കുന്നു. എല്ലാ അമ്പിയാക്കന്മാരും അവരുടെ തബ്ലീഗ് നടത്തിയിട്ടുണ്ട് എന്നതിന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാക്ഷിയാണ്. പരിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൻ നിസാഇൽ فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപ്രകാരം നമ്മുടെ ഉമ്മത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിനും സാക്ഷിയാണ്. അതും ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ്. നമ്മൾ മുഴുവൻ മനുഷ്യർക്കും സാക്ഷിയാണ്. അതിന്റെ പുറമെ വയകൂന റസൂലു അലൈക്കും ഷഹീദാ, റസൂൽ നമ്മുടെ മേൽ സാക്ഷിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ സാക്ഷി എന്ന ഗുണം തൗറാത്തിലും ഉണ്ട്. വമുബശ്ശിറൻ, സന്തോഷവാർത്ത അറിയിക്കുന്നവർ, അത് തൗറാത്തിലും ഖുർആനിലും പറഞ്ഞ ഗുണമാണ്. വനദീറൻ, ഭീഷണിപ്പെടുത്തി അറിയിക്കുന്നവർ, സത്യം കൊണ്ട് നിഷേധിക്കുന്ന, സത്യം കൊണ്ട് വിശ്വസിക്കാത്ത ആളുകളെ നരകം കൊണ്ട് സന്തോഷവാർത്ത ഭീഷണിപ്പെടുത്തി അറിയിക്കുന്നവർ. ഉമ്മിയീൻ, അറബികൾക്കുള്ള കാവൽ കോട്ട, അറബികൾക്കുള്ള കാവൽ എന്ന ഒരു ഗുണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഖുർആനിലെ തൗറാത്തിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അബ്ദീ വറസൂലി,
നിങ്ങൾ എന്റെ അടിമയാണ്, എന്റെ പ്രവാചകരുമാണ്. സമ്മൈതുക്കൽ മുത്തവക്കിൽ, മുത്തവക്കിൽ എന്ന് നിങ്ങൾക്ക് ഞാൻ പേര് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വതവക്കൽ അലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിൽ അർപ്പിച്ചതുകൊണ്ട് മുത്തവക്കിൽ എന്ന പേര് കിട്ടി. ലൈസ ബിഫദ്ലിൻ, അത് തൗറാത്തിൽ പറഞ്ഞിട്ടുണ്ട്. ലൈസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ല ബിഫദ്ലിൻ, പരുഷ സ്വഭാവം ഉള്ളവരല്ല. വലിയുൽ ഖൽബി, ഹൃദയം കടുത്തവരുമല്ല. വലാ സഖാബിൻ ഫിൽ അസ്വാഖ്, അങ്ങാടികളിൽ കറങ്ങി നടക്കുന്നവരുമല്ല. സഖാബ് കറങ്ങി നടക്ക, ചുറ്റി കറങ്ങുക അങ്ങാടികൾ. വലാ യദ്ഫഉ ബിസ്സയ്യിഅതി സയ്യിഅത, തിന്മയെ തിന്മ കൊണ്ട് പ്രതിരോധിക്കുന്നവരുമല്ല. തിന്മയെ നന്മ കൊണ്ടാണ് പ്രതിരോധിച്ചിരുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, അഹ്സനായത് കൊണ്ട് പ്രതിരോധിക്കുക എന്ന് പറഞ്ഞത് തിന്മയെ തിന്മ കൊണ്ട് പ്രതിരോധിക്കുകയല്ല. ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും എന്ന് പറഞ്ഞ പ്രതിരോധമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത്. വലാ യദ്ഫഉ ബിസ്സയ്യിഅതി സയ്യിഅത വലാകിൻ യഅഫു വയഗ്ഫിർ, മാഫ് ചെയ്യുകയും പുറത്തു കൊടുക്കുകയുമാണ് ചെയ്തിരുന്നത്. വലൻ യഖ്ബിലഹുല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരുടെ റൂഹിനെ പിടിക്കുകയില്ല. ഹത്താ യുഖീമ ബിൽ മില്ലത്തൽ ഔജാ, വളഞ്ഞതായ മാർഗത്തിനെ ആ പ്രവാചകർ മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിപ്പെടുത്തുന്നത് വരെ. എങ്ങനെയത്? ബി അൻ യഖൂലു, അവർ പറയലുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും. വയഫ്തഹു ബിഹാ അയ്യുനൻ ഉംയ, കണ്ണ് കാണാത്ത, ഹക്കിനെ കാണാത്ത കണ്ണുകളെ പ്രവാചകർ മുഖേന തുറക്കുകയും ചെയ്യുന്നത് വരെ. വആദാനൻ സുമ്മ, കേൾക്കാത്ത, ഹക്കിനെ കേൾക്കാത്ത കാതുകളെ തുറക്കുകയും ചെയ്യുന്നത് വരെ. വഖുലൂബൻ ഗുൽഫ, മൂടി വെച്ചിട്ടുള്ള, മൂടിയിട്ടിട്ടുള്ള ഹൃദയങ്ങളെ തുറക്കുന്നത് വരെയും. റവാഹുൽ ബുഖാരി, ഈ ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. രണ്ടാമത്തെ ഫസ്ല്, ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അവർ പറയുന്നു, സ്വല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ കൊണ്ടൊരു നിസ്കാരം നിസ്കരിച്ചു. ഫാതലഹ, നിസ്കാരത്തിനെ വളരെ ദീർഘിപ്പിച്ചു. ഖാലു, സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, സ്വല്ലൈത സ്വലാത്തൻ ലം തകുൻ തുസല്ലിഹാ, നിങ്ങൾ ഇപ്പോൾ നിസ്കരിച്ച നിസ്കാരം ഇതുവരെയും ഇങ്ങനെ നിസ്കരിച്ചിട്ടില്ലല്ലോ, ഇത് നല്ല ഒരു നിസ്കാരമാണല്ലോ നിങ്ങൾ നിസ്കരിച്ചത്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജൽ, അതെ, ഇന്നഹാ സ്വലാത്തു റഗ്ബത്തിൻ വറഹബ, അല്ലാഹുവിന്റെ റഹ്മത്തിൽ ആഗ്രഹിക്കുകയും അല്ലാഹുവിന്റെ ശിക്ഷയെ തൊട്ട് ഭയപ്പെടുകയും ചെയ്യുന്ന നിസ്കാരമാണ്. വഇന്നി സഅൽതുല്ലാഹ ഫിഹാ സലാസൻ, ഈ നിസ്കാരത്തിൽ ഞാൻ 3 കാര്യങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചു. ഫഅതാനി ഇസ്നതൈനി, 2 കാര്യം എനിക്ക് അനുവദിച്ചു തന്നു. വമനഅനി വാഹിദ, 1 വിലങ്ങുകയും ചെയ്തു. സഅൽതുഹു അല്ലാ യുഹ്ലിക ഉമ്മതി ബിസിനത്തിൻ, പ്രകൃതി ദുരന്തം കൊണ്ട് എന്റെ ഉമ്മത്തിനെ ഒട്ടാകെ നശിപ്പിക്കരുതെന്ന് ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചു. ഫഅതാനിഹ, അതിനെ എനിക്ക് അനുവദിച്ചു തന്നു. ചില ഭാഗത്തൊക്കെ ഉണ്ടാവും മൊത്തത്തിൽ മുസ്ലിങ്ങളാകെ നശിപ്പിക്കാൻ പാടില്ല എന്നാണ് ചോദിച്ചത്. വസഅൽതു അല്ലാ യുസല്ലിത അലൈഹിം അദുവൻ മിൻ ഗൈരിഹിം, അവരല്ലാത്തവരിൽ നിന്നുള്ള ഒരു ശത്രുവിനെ അവരുടെ മേലിൽ അധികാരപ്പെടുത്തരുത് എന്ന് ഞാൻ ചോദിച്ചു. ഫഅതാനിഹ, എനിക്കത് അനുവദിച്ചു തന്നു. വസഅൽതു അല്ലാ യുദീക ബഅദഹും ബഅസ ബഅദിൻ, അവര് പരസ്പരം യുദ്ധം ചെയ്യുന്ന, ഏറ്റുമുട്ടുന്ന
ഒരു അവസ്ഥയുണ്ടാവരുത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്നെ അതിനെ തൊട്ട് വിലങ്ങി വിസമ്മതിച്ചു. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി, നസായി എന്നിവർ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇനി 17ാമത്തെ ഹദീസ്. وعن أبي مالك الأشعري أبو مالك الأشعري رضي الله عنه നിന്ന് നിവേദനം അവർ പറയുന്നു, قال رسول الله صلى الله عليه وسلم റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല അല്ലാഹു സുബ്ഹാനഹു വതആല അജാറക്കും മിൻ സലാസി ഖിലാലിൻ, 3 കാര്യങ്ങളെ തൊട്ട് നിങ്ങളെ അല്ലാഹു വിലങ്ങിയിരിക്കുന്നു, കാത്തിരിക്കുന്നു. ഒന്ന്, അല്ലാ യദു അലൈക്കും നബിയുക്കും, നിങ്ങളുടെ പ്രവാചകൻ നിങ്ങൾക്കെതിരിൽ കേടായിക്കൊണ്ട് പ്രാർത്ഥിക്കുകയില്ല. ഫതുഹ്ലകു ജമീഅ, അപ്പൊ നിങ്ങളെല്ലാവരെയും നശിപ്പിക്കപ്പെടുകയും ചെയ്യുക എന്നത് ഉണ്ടാവുകയില്ല. അതാണ് ഒരു കാര്യം. 2, ഹഖിന്റെ അഹ്ലുകാരുടെ മേലിൽ ബാത്തിലിന്റെ അഹ്ലുകാര് പരിപൂർണമായ വിജയം വരിക്കുക എന്നത് ഉണ്ടാവുകയില്ല. 3ാമത്തെ കാര്യം, നിങ്ങളെല്ലാവരും കൂടി വലാലത്തിന്റെ മേലിൽ ഒരുമിച്ച് കൂടുക എന്ന സംഗതി ഉണ്ടാവുകയില്ല. അബൂ ദാവൂദ് ഈ ഹദീസ് ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതാണ്. 18ാമത്തെ ഹദീസ്. വഅൻ ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഖാല അവർ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൻ യജ്മഅല്ലാഹു അലാ ഹാദിഹിൽ ഉമ്മത്തി സൈഫൈനി, ഈ സമുദായത്തിന്റെ മേലിൽ 2 സൈഫിനെ, 2 വാളിനെ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുകയില്ല. ഈ സമുദായത്തിനെ ഒട്ടാകെ നശിപ്പിക്കുന്ന രീതിയിൽ ഒരുമിച്ച് കൂട്ടുകയില്ല എന്ന. സൈഫം മിൻഹ, ഒന്ന് ഈ സമുദായത്തിൽ നിന്ന് തന്നെയുള്ള വാള്. 2 വസൈഫം മിൻ അദുബിഹ, ഈ സമുദായത്തിന്റെ ശത്രുവിൽ നിന്നുള്ള വാള്. ആ 2 വാള് കൊണ്ടും മുസ്ലിം സമൂഹത്തിനെ ഒട്ടാകെ നശിപ്പിക്കുക എന്ന സംഗതി ഉണ്ടാവുകയില്ല. റവാഹു അബൂ ദാവൂദ്, അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്. വഅനിൽ അബ്ബാസ്, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അന്നഹു ജാഅ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് വന്നു. ഫകഅന്നഹു സമിഅ ശൈഅൻ, സഹാബാക്കളിൽ നിന്ന് ഇഷ്ടമില്ലാത്ത എന്തോ കാര്യം കേട്ട് ദേശത്തോടു കൂടെയാണ് ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നത്. ഫഖാമ النبي സല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ മിംബരി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിംബറിന്റെ മുകളിൽ കയറിക്കൊണ്ട് ഫഖാല, ചോദിച്ചു, മൻ അന, ഞാൻ ആരാണ്? ഖാലു, സഹാബികൾ പറഞ്ഞു, അൻത റസൂലുള്ളാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മകൻ, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദാണ് ഞാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ ഖലഖൽ ഖൽഖ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചു. ഫജഅലനി ഫീ ഖൈരിഹിം, അവരിൽ ഉത്തമരിൽ എന്നെ അല്ലാഹു ഉൾപ്പെടുത്തി. ثم جعلهم فرقتين, പിന്നീട് ആ സൃഷ്ടികളെ 2 വിഭാഗമാക്കി. فجعلني في خيرهم فرقة, ആ 2 വിഭാഗത്തിൽ നിന്ന് ഉത്തമമായ വിഭാഗത്തിൽ എന്നെ പെടുത്തി. ثم جعلهم قبائل, പിന്നീട് ജനങ്ങളെ അല്ലാഹു പല വിഭാഗങ്ങളാക്കി, ഗോത്രങ്ങളാക്കി. فجعلني في خيرهم قبيلة, ഏറ്റവും ഉത്തമമായ ഗോത്രത്തിൽ എന്നെയാക്കി.
ثم جعلهم بيوتا പിന്നെ അവരെല്ലാം പല വംശങ്ങളാക്കി فجعلني في خيرهم بيتا ഉത്തമമായ വംശത്തിൽ എന്നെ അല്ലാഹു ഉൾപ്പെടുത്തി فأنا خيرهم نفسا അപ്പോൾ ഞാൻ സൃഷ്ടികളിൽ നിന്ന് നഫ്സിനാൽ ശരീരത്താൽ ഉത്തമരാണ് വഖൈറുകും ബൈതാ വംശത്താലും എന്റെ വംശമാണ് ഏറ്റവും ഉത്തമമായത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പ്രഖ്യാപിച്ചു. റവാഹു തുർമുദി, ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഇനി 20ാമത്തെ ഹദീസ്. وعن أبي هريرة رضي الله عنه അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവർ പറയുകയാണ്, ഖാലു സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മതാ വജബത ലക നുബുവ, നിങ്ങൾക്ക് നുബുവത്ത് എന്നാണ് സ്ഥിരപ്പെട്ടത്? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വആദമു ബൈന റൂഹി വൽ ജസദ്, ആദം നബി അലൈഹിസ്സലാം റൂഹിന്റെയും ജസദിന്റെയും ഇടയിലാകുന്ന സമയത്ത്, അപ്പോൾ ജസദിനെ അള്ളാഹു മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച് ആ രൂപം ഇങ്ങനെ ഭൂമിയിൽ കിടക്കുന്ന സമയത്ത് റൂഹ് കൊടുക്കുന്നതിന് മുമ്പേ എന്റെ നുബുവത്ത് സ്ഥിരപ്പെട്ടു. റവാഹു തുർമുദി, ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. 21ാമത്തെ ഹദീസ്. ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്, അന്നഹു ഖാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഇൻദല്ലാഹി, തീർച്ചയായും ഞാൻ അല്ലാഹുവിന്റെ അരികം, മക്തൂബുൻ, എഴുതി വെക്കപ്പെട്ടവരാണ്, ഖാതമുൻ നബിയ്യീൻ, പ്രവാചകരെ പൂർത്തിയാക്കിയവർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വഇന്ന ആദമ ലമുൻജദിലും ഫീ തീനതിഹി, ആദം നബി അലൈഹിസ്സലാം ആദം നബിയുടെ മണ്ണിൽ ഇങ്ങനെ രൂപപ്പെടുത്തിക്കൊണ്ട് കിടക്കുന്ന സമയത്ത് തന്നെ ഖാതിമുൻ നബിയ്യീൻ എന്ന് അല്ലാഹുവിന്റെ അരികെ എന്നെ പറ്റി എഴുതിയിട്ടുണ്ട്. വസൗഖ്ബിറുക്കും ബി അവ്വലി അംരി, എന്റെ ആദ്യത്തെ കാര്യം നിങ്ങൾക്ക് ഞാൻ ശേഷം പറഞ്ഞു തരാം. ദഅവത്തു ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഞാൻ. വബിശാറത്തു ഈസാ, ഈസാ നബി അലൈഹിസ്സലാമിന്റെ സന്തോഷ വാർത്തയുടെ ഉത്തരമാണ് ഞാൻ. വറുഇയ ഉമ്മി, എന്റെ ഉമ്മയുടെ സ്വപ്നമാണ്. അല്ലത്തി, എങ്ങനെയുള്ള സ്വപ്നം? റാഅതീന വദഅതനി, എന്നെ പ്രസവിച്ച സമയത്ത് എന്റെ ഉമ്മ കണ്ടു. ഖദ് ഖറജ ലഹാ നൂറുൻ, ഒരു പ്രകാശം അവർക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹ ലഹാ, എന്റെ ഉമ്മക്ക് പ്രകാശിച്ചു. മിൻഹു, ആ പ്രകാശത്തിൽ നിന്ന്, ഖുസൂറു ശാം, ഷാമിലുള്ള മാളികകൾ. ശറഹ് സുന്ന എന്ന കിതാബിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 23ാമത്തെ ഹദീസ്. ഈ ഹദീസോട് കൂടെ അവസാനിപ്പിക്കുക. وعن أبي سعيد رضي الله عنه, അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവർ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന സയ്യിദു വൽദി ആദം യൗമൽ ഖിയാമത്തി വലാ ഫഖറ, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ് ഖിയാമത്ത് നാളിൽ. വലാ ഫഖറ, ഫൗർ പറയുകയില്ല. വബിയദി ലിവാഉൽ ഹംദി, എന്റെ കയ്യിലാണ് ലിവാഉൽ ഹംദ് എന്ന കൊടി. വലാ ഫഖറ, ഞാൻ പൗർ പറയുകയില്ല. വമാ മിൻ നബിയ്യിൻ, ഒരൊറ്റ നബിയും ഇല്ല, യൗമൈദിൻ, ഖിയാമത്ത് നാളിൽ, ആദം നബിയും ഫമൻ സിവാഹു, അവരല്ലാത്തവരും ഇല്ല, ഇല്ലാ തഅത ലിവാഇ, എന്റെ ലിവാഉൽ ഹംദ് എന്ന കൊടിയുടെ ചുവട്ടിലല്ലാതെ. വഅന അവ്വലു മൻ തൻസഖു അൻകുൽ അർദ്, ആദ്യമായി ഭൂമി പിളർന്നുകൊണ്ട് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് ഞാനായിരിക്കും. വലാ ഫഖറ, പവർ പറയുകയില്ല. റവാഹു തുർമുദി, ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു.
അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ ഹദീസിന്റെ പണ്ഡിതന്മാർ ഇത്രയും ഹദീസുകൾ ഈ കിതാബുകളിൽ നൽകിയിട്ടുള്ളത് നമുക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതിനെല്ലാവരും ശ്രമിക്കണം എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ ഒരു നല്ല പ്രവർത്തനമായി. ഇതിന്റെ പ്രതിഫലം മരണപ്പെട്ടു പോയ മാതാപിതാക്കളും മറ്റ് ബന്ധപ്പെട്ടവരുടെ അർവാഹിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. നമ്മുടെ ഈ ചാനലിൽ അംഗങ്ങളായ വളരെയധികം ആളുകളുണ്ട്. അവരുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കി സന്തോഷവും റാഹത്തും പ്രദാനം ചെയ്യട്ടെ. എല്ലാവിധ ഖൈറും അവർക്കും നമുക്കും അല്ലാഹു നൽകട്ടെ. ആഖിബത്ത് നന്നായി മരിക്കാൻ അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.